ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കറിയുടെ പേര് എന്നാന്ന് വെച്ചാൽ പനീർ മട്ടർ കറി. അതായത് നമ്മുടെ പീസും കൂടെ ചേർത്തേച്ച് പച്ചപ്പട്ടാണിയില്ലേ അതും കൂടെ ചേർത്തേച്ച് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇത്. വെജിറ്റേറിയൻകാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പനീർ ഇഷ്ടമല്ലെങ്കിൽ അതിനകത്ത് ചേർക്കാൻ പറ്റുന്നത് കോളിഫ്ലവർ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തരുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് പറയാൻ ഈ പറഞ്ഞ കൂട്ട് ഗ്രേവി തന്നെ നിന്നാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ പനീറിൻ്റെ ഒരു സ്വാദും കൂടെ അതിനകത്തോട്ട് വരണ്ടായോ, എന്നാലല്ലേ ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പനീർ മട്ടർ കറിയാണ്. ഇതിനകത്ത് വേണ്ടിയ സാധനങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ വീട്ടിലുള്ള അതേ സാധനങ്ങൾ തന്നെയേ ഉള്ളൂ, വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. പിന്നെ പനീറാണെങ്കിൽ നമ്മൾ വാങ്ങിക്കണോ വീട്ടിലുണ്ടാക്കണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. വാങ്ങിക്കുന്നതാണെന്നുവെങ്കിൽ കുറച്ച് പീസസ് കൂടുതൽ കിട്ടും. മാത്രമല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ അത് കുറച്ച് എന്നാ പറയുക, വെളിയിൽ കിട്ടുന്ന പോലെ കറക്റ്റ് സ്ക്വയർ ഷേപ്പിലൊന്നും ആയിരിക്കുമല്ല, അത് മുറിക്കുമ്പോഴൊക്കെ ഇച്ചിരി മാറിപ്പോകും. പക്ഷെ പനീർ വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ ഉണ്ടാക്കി വെച്ച് വെളിയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കുമേ, വീട്ടിലുണ്ടാക്കുന്നത് കുറച്ച് കട്ടിയുള്ളതായിരിക്കും. അങ്ങനെ വന്നാൽ പോലും എന്നാ ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ പോലും ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്നാന്ന് വെച്ചാൽ കട്ടി പനീറാണെങ്കിൽ ഉപ്പ് ഇട്ട് വെള്ളം തിളപ്പിക്കണം. തിളപ്പിച്ചേച്ച് ഈ പനീർ അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് പോലും തിളയ്ക്കേണ്ട. അതിന് മുമ്പത്തേക്ക് പനീർ അങ്ങ് കോരി മാറ്റിക്കോ. ആ പനീർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ അഥവാ പനീർ കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് പനീറിനെ കട്ടിയാക്കണമെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാമോ, ഇച്ചിരി ബട്ടർ ഒഴിക്കോ എണ്ണ ഒഴിക്കോ എന്നേലും ചെയ്തേച്ച് വെളിയിൽ നിന്ന് മേടിക്കുന്ന പനീറായാലും വീട്ടിലുള്ള പനീറായാലും ഒന്ന് വറുത്തെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ കറിക്ക് എന്നാക്കിയാണ് വേണ്ടിയെന്നുള്ളത് നമുക്ക് ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് ആദ്യം പറഞ്ഞു തന്നേച്ച് ബാക്കി പറയാം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ ഇതിന് വേണ്ടിയത് ജീരകം, നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആയതുകൊണ്ടാണ് ജീരകം. പിന്നെ കുറച്ച് കുരുമുളക്, ഏലക്കായ, കുറച്ച് പട്ട, ഒരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞേക്കുവാണേ. പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ വേണ്ടിയ കുറച്ച് മല്ലിയില, ടൊമാറ്റോ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാ. ഇത് പച്ച പട്ടാണി വേവിച്ചതാണ്, ഫ്രോസൺഡ് ആണ്. മറ്റ് സാധാ പട്ടാണി ആണെങ്കിൽ തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചേച്ച് വേവിച്ചെടുക്കണം ഉപ്പിട്ട്. ഇത് പനീർ ക്യൂബായിട്ട് മുറിച്ചേക്കുക. ഇത് കുറച്ച് കസൂരി മേത്തിയാണ്. പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് ഫ്രഷ് ക്രീം, പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്. ഇത്രയും സാധനമേ വേണ്ടുള്ളൂ. ഇനി ആദ്യം എന്നാന്നറിയോ, ഒരു ഓപ്ഷൻ തരാവേ. പനീർ നമുക്ക് സോഫ്റ്റായിട്ട് മതിയെങ്കിൽ അങ്ങനെ ഇടുക. അതല്ല കുറച്ച് ടേസ്റ്റ് കൂടുതൽ തോന്നണം എന്നുണ്ടെങ്കിൽ അതിനെ ഒന്നിച്ചിരി എണ്ണ ഒഴിച്ച് വറുത്തെടുക്കണം. അത് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാം. പക്ഷേ നമ്മുടെ എപ്പോഴും ഞാനൊരു കാര്യം പറയുന്നത്, നമ്മുടെ വീട്ടിലുള്ള സകല അംഗങ്ങളെയും കണക്കാക്കി വേണം നമ്മളൊരു കറി വെക്കാനായിട്ട്. അപ്പച്ചനോ അമ്മച്ചിയോ പ്രായമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഇത് മൊരിക്കേണ്ട. കാര്യം എന്നാന്നോ, അവർക്ക് ചവയ്ക്കാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ അതെന്നാ ചെയ്യും, നമ്മളിങ്ങനെ ഇട്ടേച്ചാൽ മതി. എന്നും പറഞ്ഞ് പനീറിൻ്റെ കറിയുടെ ടേസ്റ്റ് പോത്തൊന്നുമില്ല. ഇച്ചിരി ഒരു മൊരിഞ്ഞിരുന്നാൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഒരു പൊടിക്കൊരു വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ആ പൊടിക്ക് നമ്മളൊന്ന് സാക്രിഫൈസ് ചെയ്താൽ നമുക്ക് എല്ലാ വീട്ടുകാരെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുന്നത്. ഒരെണ്ണം നമ്മൾ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൂട്ട് നമുക്ക് എന്നാ പറയുക, ഒരു വിഷമം മനസ്സിനകത്ത് ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ വിട്ടാലേ നമുക്ക് എന്തിനെങ്കിലും ഒരു എയിം ഉണ്ടാവുള്ളൂ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ എല്ലാം എത്തിപ്പിടിച്ചിട്ട് നമ്മൾ എയിമിലേക്ക് എത്താനൊന്നും നോക്കത്തില്ല. സന്തോഷമാണ് നമ്മുടെ എയിം എങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും കൂടെ സന്തോഷത്തോടെ ബേളം വെച്ച് ഒച്ച വെച്ച് കഴിച്ചോ ഒക്കെ എണീറ്റ് പോകുമ്പോൾ ഭയങ്കര മനസ്സിനുകൊണ്ട് ഒരു സന്തോഷവും സംതൃപ്തിയാണ് അല്ലേ. നമ്മുടെ ആനീസ് കിച്ചണിൽ നമ്മൾ അത് തന്നെയാണ് നമ്മുടെ എയിമും. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്നാണെന്നറിയാവോ വറക്കുന്ന അപ്പച്ചനെ അമ്മച്ചിമാരെ ഒന്നും മറന്നിട്ടല്ല, എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എന്നാണെന്നറിയോ, എല്ലാവർക്കും കൂടെ ആയിട്ട് ചേർന്ന് പറഞ്ഞു കൊടുക്കണ്ടായോ, അന്നേരം പിന്നെ ഒന്ന് എല്ലാ ഓപ്ഷൻസും പറയുന്നേ ഉള്ളൂ. ഇനി ഫസ്റ്റ് ഇച്ചിരി ഒത്തിരി എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ മതി. അതായത് ഒരു എന്നാ പറയുക, ഒരു ഷാലോ ഫ്രൈ പോലെയൊക്കെ വറക്കുന്നുള്ളൂ, ഡീപ്പ് ഫ്രൈ അല്ല.
അതിനകത്തോട്ട് ഈ പനീർ അങ്ങോട്ട് ഇടുക. വെളിയിൽ നിന്ന് മേടിക്കുന്ന പനീർ ആയതുകൊണ്ട് വെള്ളം ഊറുവേ. ഇതിൽ നിന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങുന്നതിൻ്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ ഈ വറുക്കുന്ന നേരം പോലും വരികയില്ല. പനീറിന് കുറച്ച് വേഗത്തിലായി വരും. കുറച്ച് അതിനകത്തെ വെള്ളം മുഴുവൻ നമ്മൾ സ്ക്വീസ് ചെയ്ത് കളയുക. അന്നേരം ഒട്ടും കാണുമല്ല. പക്ഷേ ഇതിനകത്ത് ഇച്ചിരി കാണും നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന പനീറിന്. നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഇതേണ്ട ഞാൻ വറുത്തത് ഒരുപാട് വറുത്തിട്ടില്ല. എന്നാൽ നമ്മുടെ പനീർ നല്ല സോഫ്റ്റുമാണ്. ഞാൻ എല്ലാവരെയും കരുതുന്നുള്ളതെന്ന് പറഞ്ഞത് നേരല്ലയോ. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ആദ്യം ഞാൻ കുറച്ച് സ്പൈസസ് ഇടട്ടെ. അതായത് ഫസ്റ്റ് കുറച്ച് ജീരകം. അത് ജീരകം എന്ന് പറഞ്ഞാൽ 1/2 സ്പൂൺ എന്നൊന്നും പറയാൻ ഒക്കത്തില്ല, ഒരു 1/4 ടീസ്പൂൺ ഇട്ടു. പിന്നെ ഒരു 3-4 കുരുമുളക്, ഒരു 2-3-4 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഒരു കുഞ്ഞി കഷ്ണം മതിയാവും. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഇത് നല്ല അസലായിട്ട് വഴറ്റണേ. അതിൻ്റെ എന്നാ പറയുക, പച്ചച്ചോവ മുഴുവൻ പോണം. ആ ഉള്ളി ഒന്ന് വേവണം, ഇച്ചിരി ഒന്ന് മൊരിയണം. അതാണ് അതിൻ്റെ കണക്ക്. ഇത് രണ്ടും ഒന്ന് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഞാനൊരു ഇച്ചിരി ഉപ്പിടാൻ പോവാണ്. ഉള്ളിയുടെ കൂടെ തന്നെ വേവാനുള്ളത് തന്നെയാണ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പച്ചമുളക് എരിവ് അനുസരിച്ച് കൂട്ടിക്കോണം. ഞാനൊരു 2 ടീസ്പൂണോളം ഇടുവാണേ. അത് കഴിഞ്ഞേച്ച് ഇഞ്ചി 1 ടീസ്പൂൺ, അതേപോലെ വെളുത്തുള്ളി 2 ടീസ്പൂൺ. ഇത്രയും സാധനം നല്ല അസലായിട്ട് വഴറ്റണം. ഒരു കഥ ഞാൻ പറയാമേ. ഇപ്പം നമ്മൾ എളുപ്പവഴി പലതും കണ്ടുപിടിക്കുന്നുണ്ട്. ഏതാ? ഉള്ളി ഒന്ന് പെട്ടെന്ന് ചുമക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടോ ഉപ്പിടണം. പിന്നെ എണ്ണ തെളിയാൻ വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഇതെല്ലാം പറയും നമ്മൾ. പക്ഷേ ഈ ചില സമയം ഞാൻ ആലോചിക്കാറുണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്തേച്ചും പിന്നെയും ഗ്യാസിൻ്റെ മൂട്ടിൽ അടുപ്പിൻ്റെ മൂട്ടിൽ ഒരു 10 മിനിറ്റോളം നിൽക്കാറുണ്ട്. അത് തല്ലി കൊന്ന അത് ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ അതൊന്ന് വഴന്ന് കിട്ടുകയില്ല. നമ്മുടെ ഉള്ളി നല്ല മൂത്തിട്ടുണ്ടേ. പിന്നെ അന്നേല ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഉള്ളി കേട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ ബ്രേക്ക് പറഞ്ഞതും ഈ പറഞ്ഞ കൂട്ട് അത് പെട്ടെന്ന് അങ്ങ് മൂത്തു. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോ ഇല്ലേ, ഇതിനകത്തോട്ടിടുക. എന്നിട്ട് ഈ ടൊമാറ്റോ ഉണ്ടല്ലോ നല്ല രസമായിട്ട് അത് ഈ വഴന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല ഉടഞ്ഞ് അതിനകത്തോട്ട് അങ്ങ് ചേരണം. ഈ ഉടഞ്ഞ് ചേരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഇച്ചിരി പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 2 ടീസ്പൂണ്, മല്ലിപ്പൊടി അതേപോലെ 2 ടീസ്പൂൺ. അന്നേച്ച് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കിടന്ന് വെന്തേച്ച് നമ്മൾ ആദ്യം ഒഴിച്ച് എണ്ണയൊന്ന് തെളിയിച്ച് തരട്ടെ. ഇത് നമുക്കുള്ള ഡ്യൂട്ടി അല്ല, ഇത് ഇവർക്കുള്ള ഡ്യൂട്ടിയാണ് എണ്ണ തെളിയിച്ച് തരിക എന്നുള്ളത്. പക്ഷെ എണ്ണ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേശ്ശെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തേ ഒക്കത്തുള്ളൂ. എന്നാന്നോ നമ്മൾ പൊടി ഇടുമ്പോഴത്തേക്ക് തന്നെ ആ വെള്ളമെല്ലാം അത് ബൈൻഡ് ചെയ്തെടുക്കും. അന്നേരം എന്നാ ചെയ്യും, നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലേ പിന്നെ തിരിച്ചിങ്ങോട്ട് എണ്ണ തരത്തുള്ളൂ.
കണ്ടോ നമ്മൾ ആ ടൊമാറ്റോയും പൊടിയും എല്ലാം കൂടെ ഇട്ടേച്ച് നമ്മുടെ പാനേന്ന് അല്ലെങ്കിൽ ചട്ടിയേന്ന് അതിങ്ങനെ എന്നാ പറയുക വരണം, അതേ ഒട്ടിപ്പിടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അലുവ ഇളക്കുന്ന കൂട്ട് തന്നെ ആ ഗ്രേവി ഇങ്ങനെ പോരണേ. അതാന്നു അതിൻ്റെ ഒരു കണക്ക്. അന്നേച്ച് ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ തീ അങ്ങോട്ട് നല്ലതായിട്ട് കുറച്ചേച്ച് നമുക്ക് ആവശ്യമുള്ള പീസ്, ചില പിള്ളേർക്കാന്നേലുണ്ടല്ലോ പീസ് തൊടുകയല്ല, ഇങ്ങനെ കറിയിലിട്ട് കഴിഞ്ഞുണ്ടല്ലോ എൻ്റെ മക്കൾ ഉൾപ്പെടെ പറയുക അതിങ്ങനെ പെറുക്കി മാറ്റും. ഇതൊന്ന് സന്ധ്യ നേരത്ത് ചൂട് പൂരിയും ഈ പീസ് കറിയും ഒരു നല്ല ചൂട് ചായയും കൂടി ഇരുന്ന് വേണം TV കാണാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി കസൂരി മേത്തി ഇടണം. ഇത് ഞാനിവിടെ എന്നാ പറഞ്ഞ വേവിച്ച പീസാ പട്ടാണിയാണ് ഇട്ടേക്കുന്നത്. ഇത് വേവാത്തതാണ്. തലേന്നേ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത് കുക്കറിൽ നിന്ന് വേവിച്ചെടുക്കുവാണെങ്കിൽ ഓക്കെ. വേവാത്തതാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഈ പട്ടാണി ഇട്ടേച്ച് ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, പക്ഷെ വെള്ളം ചേർത്തേച്ച് നമ്മൾ ആ പട്ടാണി ഒന്ന് വേവിച്ചെടുക്കണം. പക്ഷെ ഇപ്പം എന്തായാലും എനിക്ക് ഗ്രേവി വേണം, അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ചേർക്കുക. ഇതിട്ട് കഴിഞ്ഞ് ഇത് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ വറുത്ത് വച്ചേക്കുന്ന പനീർ പനീറിൽ നമ്മൾ ഏത് കറി വെക്കുകയാണെങ്കിലും ഞാൻ എപ്പോഴും പറയും എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. ഇതിനകത്ത് നമ്മൾ ഇത്രയും ഞാനിപ്പം നമ്മുടെ ചട്ടിയെ കാണുന്ന അത്രയും വെള്ളം മതി എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഇച്ചിരി കൂടി വെള്ളം ചേർക്കണം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ക്രീമുണ്ട്. അപ്പോൾ ക്രീമും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വെള്ളം പൊങ്ങുവേ. അപ്പോൾ തിരിച്ചത് വറ്റി ഈ ഗ്രേവി എല്ലാം കൂടെ നമ്മുടെ പനീറയിലും എല്ലാം പിടിച്ചു വരുമ്പോൾ തിരിച്ചെനിക്ക് വാങ്ങുമ്പം ഗ്രേവി ഇത്രയും മതി. അതാണ് എൻ്റെ കണക്ക്. അതുകൊണ്ട് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ച് നിർത്തിയത്. അതല്ല നമുക്ക് ഗ്രേവി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കാര്യം തന്നെ നമ്മൾ ആ കറിക്കുള്ള ടേസ്റ്റ് വരികയല്ല, വെള്ളത്തിൻ്റെ ചുവയായി പോകും. അപ്പോൾ എന്നാ ചെയ്യണം, നമുക്ക് ആ ചേർത്തേക്കുന്ന മസാലയ്ക്ക് അനുസരിച്ച് വെള്ളം ചേർക്കാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ ക്രീം കൂട്ടുവാണെങ്കിൽ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ക്രീം ഇല്ലാത്തവർക്ക് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പാൽപ്പാട എടുത്തിട്ട് ക്രീം ആക്കും എന്ന് പറയും. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പാട വെച്ച് ക്രീം ഉണ്ടാക്കുവാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഡിഫറൻസ് വരും. ഒരു പാലിൻ്റെയൊക്കെ ഒരു ചുവ വരും. അത് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ക്രീം വാങ്ങിച്ച് ചേർക്കുക. ക്രീം ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിനകത്ത് മസാല ഇട്ടിട്ടില്ല. അപ്പോൾ കുറച്ചൊരു ഗരം മസാലയും കൂടി ഇട്ടേച്ച് ഈ കസൂരി മേത്തിയുടെ മണം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഒരുപാട് ചേർത്താൽ അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഹാഫ് ക്രീം ചേർക്കാം. പകുതി നമ്മൾ എന്നാ പറയുക വാങ്ങാറാവുന്നതിൻ്റെ ഒരു തൊട്ട് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് ചേർത്തേച്ചാൽ മതി. നേരത്തെ ഉള്ളി മൂപ്പിച്ചിരുന്നപ്പം നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു. സാധാരണഗതിയിലുള്ള ഉപ്പല്ല ഞാൻ ചേർത്തേ. കുറച്ചൊരു 2-3 പിഞ്ച് കൂടുതൽ ഉപ്പാണ് ഞാൻ ചേർത്തേക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ അധികം ഉപ്പ് ചേർക്കുന്നില്ല. എൻ്റെ കറി ഒന്ന് വെന്ത് ആ പനീറിലെല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം എത്ര വേണമെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഇനി ചേർക്കുന്നുള്ളൂ. കാര്യം എന്നാ വെച്ചാൽ ക്രീമും എല്ലാം ചേർത്തേക്കുമല്ലേ, നമുക്ക് ഈ വെളിയിൽ നിന്ന് മേടിക്കുന്ന നോക്കാകുമ്പോഴത്തേന് നമുക്കറിയാനൊക്കത്തില്ല അതിൻ്റെ ആ ഒരു ഉപ്പ് എന്തോരം അതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണം, അങ്ങനെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കറി നമ്മൾ വാങ്ങാറാവുമ്പം അതിൻ്റെ ടേസ്റ്റ് നോക്കുക. അന്നേരം ഉപ്പോ അല്ലെങ്കിൽ മസാലയോ ഈ മസാലകളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയം നമ്മൾ അടച്ചിടുന്നതിന് മുമ്പ് നോക്കണം. അതല്ല ഈ പറഞ്ഞോട്ട് ക്രീം മാത്രം മതി അതിൻ്റെ ഗ്രേവി കുറച്ചുകൂടെ കൂട്ടാമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഈ വാങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ബാക്കി ക്രീമും കൂടെ ചേർക്കുക. തിക്ക് ഗ്രേവിയോ ആണോ അതോ അല്ല ലൂസ് ഗ്രേവി ആണോ വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ മതി. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, എളുപ്പപ്പണിയല്ലേ. ഇതൊക്കെ സന്ധ്യ നേരത്ത് പൂരിയുടെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കഴിക്കാം, പിന്നെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, എല്ലാം കഴിക്കാം. വെജിറ്റേറിയൻകാർക്ക് ഇപ്പോൾ പനീർ മാത്രമല്ല കത്തിരിക്ക വെച്ചും പടവലങ്ങ വെച്ചും ഒക്കെ കറികളുണ്ട്. പടവലങ്ങയ്ക്കകത്ത് സ്റ്റഫ് ചെയ്ത് വെക്കുന്ന കറികളുണ്ട്.
മീൻ അങ്ങനത്തെ ഡിഷസൊക്കെ ഉണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തു തരാം. പക്ഷേ കൂടുതലും നമുക്ക് നോൺ വെജിറ്റേറിയൻകാർ വരുന്നത് കൊണ്ടാണ് നോൺ വെജിറ്റേറിയനിൽ പിടിക്കുന്നത്.